ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇവരോടൊക്കെ വിട പറഞ്ഞ് പോവുക കേട്ടോ. ഇവരൊക്കെ ഉണ്ട് ഇവിടെ. ഇവരോട് കൂടിയാട്ടോ നമ്മൾ നിന്ന് 2 ദിവസം അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചില്ലായിരുന്നു, നമ്മൾ പെട്ടുപോയായിരുന്നു. അങ്ങനെ ഇവരെ നമ്മളെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ആമ ബിരിയാണിൻ്റെ കൂടി ഭയം പറഞ്ഞ് നമ്മൾ നേരെ പോവാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ പോവല്ലേ, വണ്ടി ഏതെങ്കിലും കിട്ടുമോ നോക്കണം. ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഇനി പരിപാടി. ലിഫ്റ്റ് അടിച്ചിട്ട് നീ പോയിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാട്ടോ ലിഫ്റ്റ് അടിച്ചിട്ട് പോകാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ ലിഫ്റ്റ് അടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നേപ്പാളിൽ കുറച്ച് പാടാന്നാണ് പറഞ്ഞത്, എന്താണെന്ന് അറിയില്ല, ചെന്ന് നോക്കാം. ബൊക്കാര ടൗണിലോട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ. എന്തിനാ വന്നേ? കാഠ്മണ്ഡു പോകാൻ വേണ്ടി വന്നോട്ടോ ഞങ്ങൾ. ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിച്ച് പോകണം, പക്ഷേ ഇവിടുന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കുറച്ച് മുന്നോട്ടേക്ക് നടന്നു പോയിട്ട് വേണം ലിഫ്റ്റ് അടിക്കാനായിട്ട്. എവിടം വരെ പോകുന്നു അത്രയും ദൂരം നമ്മൾ പോവും. പൈസയും കൊടുത്തിട്ടുള്ള പോക്കുണ്ടാവില്ല. പൈസ കൊടുത്ത് നമ്മൾ പോവോ? ഇല്ല. അപ്പോൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് പോകണം. എന്തിനാണ് നമ്മളിപ്പോൾ ഹിച്ചേക്ക് ചെയ്യുന്ന സൈക്കിൾ ഒഴിവാക്കിയിട്ട്? കാല് സീനാട്ടോ, ഫുള്ള് കാല് സീനായതുകൊണ്ട് തന്നെ ഞങ്ങൾ 1 മാസം റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 മാസം റെസ്റ്റ് എടുക്കാണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ പണിയാവൂലേ. അതുകൊണ്ട് തന്നെ നമുക്ക് നേപ്പാൾ സമയമൊന്നുമില്ല. ഇവിടെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുമ്പ് നമ്മളിപ്പോൾ നേപ്പാളിൽ ഹിച്ചേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടി കണ്ടിട്ട് വന്ന് സൈക്കിൾ എടുത്തിട്ട് സൈക്കിളിൽ പോകുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിലുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടെ കാണുന്ന ബസ് മൊത്തം സോണോലി ബോർഡറിലേക്ക് പോകുന്ന ബസ്സാട്ടോ. സോണോലിയിലേക്കുണ്ട്, അല്ലാത്ത ബസ്സുമുണ്ട്, എല്ലാ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന അങ്ങനത്തെ ബസ്സുകളാണ്. അപ്പോൾ ഇവിടെ കടകളിൽ എന്താ ഉള്ളത്? കോഴിക്കാല് കേട്ടോ. കാല് മാത്രം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കോഴിക്കാല് ഉണ്ടോ? എന്താ കോഴിക്കാലുണ്ട്, 20 രൂപയാണ് ഇവിടെ. അതുപോലെ തന്നെ കുറേ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് 20 രൂപയാണ്. ഇതൊക്കെയാണോ കോഴിക്കാല് ഇവർക്ക് വേണ്ടാന്ന് പറയുന്നത്? നമ്മളങ്ങനെ ലിഫ്റ്റ് അടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ സ്പോട്ട്. നിർത്തുമെന്ന് അറിയില്ല. വണ്ടി ഒരു വണ്ടി കാണിച്ചിട്ട് നിർത്തിയില്ല അല്ലേ. ഇനി അടുത്ത വണ്ടിക്കൊക്കെ നമുക്ക് കൈയാണിച്ച് നോക്കും കേട്ടോ. കിട്ടിയാന്ന് അറിയില്ല. ഇവിടുന്ന് കിട്ടാൻ പാടാന്ന് എല്ലാവരും പറയുന്നത് അല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും കാഠ്മണ്ഡു എത്തണം. കാരണം ഇവിടെ മൊത്തം ഇങ്ങനത്തെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ആയതുകൊണ്ടാണ് പാട്. നമുക്ക് അങ്ങനെ ലിഫ്റ്റ് കിട്ടി കേട്ടോ. ഈ പയ്യാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത്. എവിടെ വരെയോ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയില്ല കറക്റ്റ്. വേറെ പുള്ളി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ പോവാ അല്ലേ. ഫസ്റ്റ് നമുക്ക് ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. വണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മഞ്ഞമലയോടൊക്കെ ബായ് പറയാം കേട്ടോ. ഈ അങ്ങോട്ടൊക്കെ എന്താണെന്ന് അറിയില്ല. ബായ് പറഞ്ഞ് നമ്മൾ പോവാണ്. റോഡ് മൊത്തം പോക്കാട്ടോ. ഫുൾ ഓഫ് റോഡാണ്. ഒരു രക്ഷയില്ല. അത്ര ദൂരെന്നറിയാമോ. കാരണം ആകെ പോക്കായിട്ട് കുറച്ച് ദൂരെ വന്നിട്ടുള്ളൂ. എന്നാലും ഇതാ ഫുൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് അവർ പോകുന്നത്. കാഠ്മണ്ഡുവിലേക്ക് നേരെ പോകേണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്? അടിപൊളി. ഇനി പക്ഷേ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും നിൽക്കണം. രാത്രിയായി കേട്ടോ. 6:30-7 മണി അടുത്തായി. സ്ഥലത്തിന്റെ പേരെന്തെന്നാ? കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഉഗുളോ എന്തോ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടെന്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് മുഗ്ലി. മുഗ്ലിയിലാട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ടെന്റ് അടിച്ചിട്ട് നിൽക്കല്ലേ. ഇനി എന്തായാലും രാത്രി പോകണ്ട. കാരണം രാവിലെ തന്നെ എണീച്ച് പോവാനി. നമ്മളെവിടെ ടെന്റ് അടിച്ചത്? എന്തായിരുന്നു? മുഗ്ലു മുഗ്ലി എന്നാറ്റം പറഞ്ഞിട്ടുള്ള സ്ഥലമായിട്ടോ. അതായത് ഇവിടെയാണ് നമ്മൾ ടെന്റ് അടിച്ചത്. ഇവിടെ ഒരു കടയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ മുമ്പിലായിട്ടാണ് ഞങ്ങൾ ടെന്റ് അടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ തന്നെ ചോദിച്ചിട്ടാട്ടോ ഞങ്ങൾ ടെന്റ് അടിച്ചത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു എല്ലാവരും സഹായിക്കുന്ന ആൾക്കാരാണ് ടെന്റ് അടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ ലാസ്റ്റ് ഈ ഒരു സ്ഥലത്താണ് ടെന്റ് അടിച്ചിരിക്കുന്നത്. നോക്കിക്കേ, രാത്രിയാട്ടോ സമയം 7 മണി. ഇവിടെ 7 മണിയൊക്കെ രാത്രിയാണ്. ഈ പുള്ളിക്കാരാണ് കേട്ടോ ചോദിച്ചത്. നമ്മൾ ഇവിടുത്തെ കടയിലുള്ള ആൾക്കാരുടെയാണ് ചോദിച്ചത്. അപ്പോൾ അവർ സമ്മതിച്ച് നമ്മളോട് ടെൻ്റ് അടിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കക്കൂസ് പോകുന്നത് മാത്രമേ ഇനി നോക്കാനുണ്ട്. അത് മാത്രമാണ് നോക്കാൻ. ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മെയിൻ ടൗൺ വരുന്നത്. മെയിൻ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്നത്. ചോട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനല്ല ചോദിച്ചത്. നമുക്കായത് മല അൻസ് എന്നാട്ടോ പേര്. ഇതിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് നമ്മളെ ടെൻ്റ് സമ്മതിച്ചത്. കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഇനി രാവിലെ എന്താണെന്ന് അറിയില്ല. നമ്മൾ ഇന്ന് എന്തായാലും കിടന്നുറങ്ങട്ടെ. കുറേ നേരമായി, നല്ല ക്ഷീണമുണ്ട്.
അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ടെൻ്റൊക്കെ മടക്കി പോവാല്ലേ. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് തണുപ്പാട്ടോ. നോക്കിക്കേ, കോട നോക്കിക്കേ, അതിൻ്റെ മുകളിൽ ഫുള്ള് കോടയാട്ടോ. ഈ പട്ടിക്കുട്ടൻ രാവിലെ തന്നെ വന്നിങ്ങനെ ഒച്ച ഉണ്ടാക്കുകയാണ്. ഇവിടെ ആൾക്കാരൊക്കെ എണീച്ചു തുടങ്ങി. ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം വിറക്കുന്നുണ്ടോ എല്ലാം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേഗം പാക്ക് ചെയ്യണം. ബാഗൊക്കെ പാക്ക് ചെയ്തിരുതാ ഈ ചേട്ടൻ്റെ കടയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൂടി പാക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം പോകണം. അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇവിടെ കേട്ടോ നമ്മൾ എല്ലാ സാധനവും ഹെൽപ്പിംഗ് ഒക്കെ ചെയ്തത് ഈ ഒരു ഹോട്ടലിലാട്ടോ. ഇതാ ഈ പുള്ളികളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഇതിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്താട്ടോ. ഇവിടുന്ന് ബാത്റൂം പോകാനാണെങ്കിൽ പുള്ളി പറയുന്നത് 2 കല്യാണം കഴിക്കണം. കാരണം 2 കാലും 2 കൈയുണ്ട്, അതുകൊണ്ട് 2 കല്യാണം കഴിക്കണം. ഈ പുള്ളി മലയാളം അറിയാം കുറച്ചൊക്കെ. अब किधर काम करती है उधर ही? सऊदी अरब उधर ही ज्यादा केरला लोग हैं. हाँ इसलिए അതുകൊണ്ട് മൂപ്പർക്ക് മലയാളം അറിയാം. ചായ കുടിക്കില്ല. ഈ പുള്ളിയൊക്കെ നമുക്കറിയാം. ആ वो पूरा स्लीपिंग बैग है. हाँ നമ്മളെ ടെന്റ് കണ്ടിട്ടുണ്ട് നട്ടാ പറഞ്ഞത്. ആ ഇത് നമുക്ക് ചായ ഉണ്ടാക്കാണ്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ നമ്മളെ സന്തോഷത്തോടെ ഇതായിട്ടുണ്ട് അല്ലേ. എന്ത് രസമല്ലേ. കുറെ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടത്തേക്ക് ആണെങ്കിലും. ഇതാ आपका नाम क्या है बोल दिया? हमारा नाम साधुना शर्मा. आपका नाम विश्रु. आपका नाम संतोष. नाम क्या है? दीपक मंडल. ഓ ഇവരൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടായിരുന്നു നമുക്ക്. ഇവർ രണ്ടുപേരും രാവിലെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് ഇവരാട്ടോ. താങ്ക് യു. അവരാണ് നമ്മൾ രാവിലെ തന്നെ ഹെൽപ്പ് ചെയ്തത്. ഇവര് കുറേ ഉണ്ട്. അടിപൊളിയായില്ലേ. ഇനി ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് പോകണം. 2ാമത്തെ ലിഫ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. 2ാമത്തെ ദിവസം ഇവിടെ മൊത്തം ഓറഞ്ചാട്ടോ. ഫുള്ള് ഓറഞ്ച് വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇന്നലെ രാത്രി കണ്ടതാ അല്ലേ. പക്ഷേ ഓറഞ്ച് വിൽക്കുന്നൊന്നും ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇരുടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. 4 മലയുടെ ചോട്ടിലുള്ള സ്ഥലം ഫുള്ള് കോടയാട്ടോ. രാവിലെ തന്നെ വെയിലൊന്നുമില്ല കേട്ടോ. 9 സംതിങ് ആയി. ഫുള്ള് കോടയാണ്. വാ നമുക്ക് ലിഫ്റ്റ് അടിക്കാൻ നോക്കാം. നിങ്ങളും വീഡിയോ എടുക്കണം എന്നാ പറയുന്നത്. യൂട്യൂബിൽ ഇടാനാണോ? എന്നെ വെട്ടിക്കാനാണോ? പുതിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ട് റീച്ചായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് കളി തന്നെയാണ്. ഇന്ന് നമുക്ക് ലിഫ്റ്റ് അടിക്കണം ഇവിടുന്ന് ഇറന്നെങ്കിലും. ഞങ്ങൾ ഹിച്ചേക്ക് നിൽക്കുക കേട്ടോ. എന്താ സംഭവിക്കുന്നേ? വണ്ടി ഒന്നും നിർത്താതല്ല, വണ്ടിയൊന്നും വരുന്നില്ല. ഇത്രയും നേരം ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് 4 ലോറി 5 ലോറിയൊക്കെയാ പോയത്. ഇപ്പൊ ഒരൊറ്റ ലോറി പോലും ഇല്ല. ആരെ ഇനി അത് പറ. ഇനി വണ്ടി വരുന്ന കാത്തു നിൽക്കണം. ഒരു വണ്ടി കാലി പോയി. കൈ കാണിക്കാൻ മിസ്സായി പോയി കേട്ടോ. ഇങ്ങനത്തെ ടാക്സി ആട്ടോ. ഇതിനൊന്നും കൈ കാണിക്കാൻ പറ്റൂല. പൈസ കൊടുക്കേണ്ടി വരും. പൈസ കൊടുക്കാത്ത വണ്ടിയിൽ കൈ കാണിക്കണം. അരമണിക്കൂറായി നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു. ഒരു വണ്ടി നിർത്തുന്നില്ല കേട്ടോ. കുറേ വണ്ടിക്ക് കഴിയാൻ ചോക്കി, ഒന്നും നിർത്തുന്നില്ല. 5 ടയേർഡായി നിൽക്കുന്നുണ്ട്. പുറം വേദന എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വണ്ടി വരുന്നേരം നോക്കി നോക്കാം. കഴിയാൻ ചെയ്ത് നിർത്തൂലേ നോക്കി നോക്കാം. ലിഫ്റ്റൊന്നും കിട്ടാത്തതിനെ കൊണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ നദി ഒഴുകി പോകുന്നുണ്ട്. മുകളിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് മുകളിലായിട്ട് കോടയാണ് അവിടെയൊക്കെ. താഴെ കോടയില്ല, പക്ഷേ മുകളിൽ നല്ല കോട ഉണ്ട്. താഴെ കൂടി നമ്മളെ ഏതോ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന് നോക്കി ഇവിടുന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ ഒരു സിറ്റി ഏരിയ ആണ്. അതുപോലെ പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. അതുകൊണ്ട് നിർത്തുമെന്ന് അറിയാത്തതിനെ കൊണ്ട്, അതാണ് നിർത്താതെന്ന് അറിയാത്തതിനെ കൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് വന്ന് നോക്കിയതാട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണം ലിഫ്റ്റ് അടിക്കാൻ. മലയാ ഈ മല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കിക്കേ. അങ്ങനെ കാത്തിരുന്ന് നമുക്കൊരു വൈ ഹെൽപ്പിന് തന്നു. आपका नाम क्या है? मेरा नाम बिसु. यस. काठमांडू में आप? जी काठमांडू से. ഓക്കെ, കാഠ്മണ്ഡുവിലേക്കാട്ടോ. നമുക്ക് കറക്റ്റ് ഒരു ആളെ കിട്ടിയ ലിഫ്റ്റ് കിട്ടി. അപ്പോൾ നമ്മളെന്തോ ഭാഗ്യത്തിന് കിട്ടിയാട്ടോ. കുറേ നേരമായി നമ്മൾ നിൽക്കുന്നു. 1 മണിക്കൂറിൻ്റെ അടുത്തോളം നമ്മൾ ലിഫ്റ്റ് അടിച്ച് അവസാനം നമുക്കിതാ ലിഫ്റ്റ് കിട്ടി. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ കാഠ്മണ്ഡുവിലേക്ക്. നമ്മൾ പോകുന്ന ഇതാ ഇവിടെ ഒരു കേബിൾ കാറിൻ്റെ സാധനമൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോന്ന്
കാർ ഇവിടെ ആട്ടോ ഉണ്ടായിരുന്നത്. നോക്കി കാണാൻ പറ്റും കേബിൾ കാർ വരുന്നത്. ദൂരത്താണ് കാണിക്കുന്നത്, ആ ഒരു ഭാഗത്താട്ടോ കേബിൾ കാർ ഉള്ളത്. ഇവിടെ പോകുന്ന വഴിക്ക് മൊത്തം ബനാനേൻ്റെ കടയാട്ടോ. ഇവിടെ ഒന്നുമില്ല, നേരത്തെ കണ്ടായിരുന്നു കുറേ. ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന, ഫാമിലുണ്ടാക്കുന്ന ഉണ്ടോ, ഇവിടെ തന്നെ ഉണ്ടാകുന്ന പഴങ്ങളെടുത്തിട്ട് ഇവർ റോഡ് സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് വിൽക്കലാട്ടോ. അതുപോലെ നമ്മൾ തൃശ്ശൂർ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും കാണാം. അതുപോലെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നോക്കിക്കേ, ബിൽഡിങ്ങുകളാട്ടോ അങ്ങ് ദൂരമായിട്ടുള്ളത്. തൃശ്ശൂർ നദിയാണ് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഇവിടെയൊക്കെ റോഡ് പണിയാട്ടോ, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ചെറിയൊരു ഗ്രാമമാണ്, ശരിക്കും ഒരു ടൗൺ പോലത്തെ സെറ്റപ്പാണ്. പക്ഷേ റോഡ് പണി ആയതുകൊണ്ട് തന്നെ ഫുള്ള് പൊടി പിടിച്ചെടുക്കുകയാണ്. ഇവിടെയൊക്കെ ആയിട്ട് എല്ലാ സ്ഥലം വാടി കരിഞ്ഞുണങ്ങി ഫുൾ ചളിക്കൊണ്ട് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ മിക്ക റോഡ്, ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡ് മിക്കതും ഇതുപോലെ തന്നെയുള്ള അവസ്ഥ കേട്ടോ. കേരള, ഇന്ത്യ. തിരുവനന്തപുരം. പുള്ളി കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് വരിക കേട്ടോ. ഇന്ത്യയിൽ നിന്ന് എത്രയോ ദിവസമായി കേട്ടോ വരാൻ തുടങ്ങിയിട്ട്. ഒരു വണ്ടി കേട്ടോ, നമ്മുടെ അടുത്ത് ഗീറാണെങ്കിൽ പുള്ളി ഒരു വണ്ടിയും കൊണ്ടാണ് വരുന്നത്. അച്ഛാ സിംഗ്, आपका नाम क्या है? ओ अच्छा है, सिंगल गियर में। मैं 2 साल पहले मेरा दोस्त का साथ ये साइकिल में लद्दाख गया। मेरे को 2 लोग पैदल चलता हुआ मिला। हाँ पैदल। इंडिया से? वो नेपाल से। ഇവര് പുള്ളി സിംഗിൾ ഗിയർ കൊണ്ടാട്ടോ വരുന്നത്. സിംഗിൾ ഗിയറിനെ കൊണ്ട് നോക്ക്. പക്ഷെ ഇത് സ്ട്രേറ്റ് ഉള്ള റോഡാണ്, വലിയ കയറ്റം ഇറക്കമൊന്നുമില്ല. പുള്ളിക്ക് എന്നാലും സുഖം. ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. आप किधर तक जा रहे? പശുപതിനാഥ്, കാഠ്മണ്ഡു से। ഓ അച്ഛാ, അച്ഛാ സെമീത. അപ്പോൾ പുള്ളി നമ്മളോട് തന്നെ ഒരു സൈക്കിൾ, നമ്മളെ പോലെ തന്നെ ഒരു സൈക്കിൾ യാത്ര ചെയ്യാട്ടോ. ബോർഡൊക്കെ നോക്കിയേ, സെറ്റാട്ടോ. ഓ അടിപൊളി. ഇതൊരു ടൗണാണ്, കറക്റ്റ് പേരറിയില്ല, നോക്കി നോക്കട്ടെ. ഇല്ല, പേര് മനസ്സിലാവുന്നില്ല. വലിയ ടൗണാട്ടോ. ഇവിടെയൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടാവും പൊടിയുടെ ഇടയ്ക്ക് കിടന്നിട്ട് കരിമ്പ് വെക്കുക കേട്ടോ. പാവം ഉണ്ടാവും, കഷ്ടപ്പാടാണ്. ഇവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. പൊടിയുടെ ഇടയ്ക്ക് കിടന്നിട്ട് കരിമ്പ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആരും വാങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ബ്ലോക്കാണ്, ട്രാഫിക്കാട്ടോ, വലിയൊരു ട്രാഫിക്കാണ്. അവിടെ ഇങ്ങനെ പിടിങ്ങി കിടക്കുക. അപ്പോൾ ഇവിടെ നിന്ന് സൈഡിൽ കണ്ടതാണ് ഇത്. ഇവിടെയൊക്കെ കരിമ്പ് തോട്ടമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തന്നെ ഇവർ കൃഷി ചെയ്തിട്ട് ഇവിടെ റോഡ് സൈഡിൽ വിൽക്കാൻ തോന്നുന്നുണ്ട്. ഫുള്ള് കരിമ്പ് തോട്ടമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തന്നെ എടുത്ത് പറിച്ച് വിൽക്കാൻ തോന്നുന്നുണ്ട്. അതായിരിക്കും അവിടെ ആൾക്കാരിരിക്കുന്നത്. ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ ഇത് തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറെ എവിടെ പോകാനോ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ കരിമ്പിൻ്റെ തോട്ടം. അപ്പോൾ ഇത് തന്നെയാണ്, ഇവിടുന്ന് കരിമ്പ് ഇവരെ കൃഷി ചെയ്തിട്ട് ഇവർ തന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് സെല്ലിങ് ആട്ടോ. അങ്ങനെ കാഠ്മണ്ഡുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു റോഡ് കയറി കേട്ടോ. കാരണം മറ്റേ റോഡ് ഫുള്ള് ഓഫ് റോഡും പൊടിയായതുകൊണ്ട് വേറൊരു റോഡ് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് 28 കിലോമീറ്റർ എങ്ങാനാണ്. നല്ല റോഡാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡ്. ഇതുവരെ നമ്മൾ അവിടെ നിന്ന് വന്നതിന് ശേഷം, പൊക്കാരയിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ റോഡ് ആദ്യമായിട്ടാട്ടോ ഇവിടെ കാണുന്നത്. അങ്ങനത്തെ റോഡ് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇവിടെ തന്നെയാണ് കേട്ടോ, നമ്മളിവിടെ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തുന്നതാണ് വിചാരിക്കുന്നത്. പൊടി കാരണം ഒന്നും കാണില്ല കേട്ടോ, ഫുള്ള് പൊടിയാണ്, കോടയല്ല. ഒരു ഓഫ് റോഡാണിത് മൊത്തം. ചെറിയൊരു ഭാഗം മാത്രം കേട്ടോ ഇവിടെ. എന്നാലും അത്യാവശ്യം ഫുള്ള് നല്ല റോഡ് തന്നെയാണ് മിക്കതും. ബാക്കി കുറച്ച് സൈഡിൽ മാത്രമേ ഇങ്ങനത്തെ ഓഫ് റോഡ് ഉള്ളൂ. അതാകുമ്പോൾ ഇങ്ങനത്തെ സാധനം. കാഠ്മണ്ഡു സിറ്റി ആട്ടോ നമ്മളിവിടെ കാണുന്നത്. അയ്യോ, വലിയൊരു സിറ്റി ആട്ടോ. നമ്മളിതുവരെ വന്ന പോലെയല്ല, പൊഖാരനെക്കാട്ടിയും വലുതാണ്. ഇവിടെ ചെറിയ ഇതൊക്കെ മലേൻ്റെ മുകളിലൊരു സ്ഥലം കേട്ടോ. മലേൻ്റെ താഴോട്ടേക്കാണ് ഫുള്ള് വരുന്നത്. കാഠ്മണ്ഡുവിലെത്തി കേട്ടോ നമ്മൾ. ചെറിയ നാരോ റോഡാട്ടോ ഇവിടെ ഉള്ളത്, അതിലേക്കൂടെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. നമ്മളെന്നാലും സിറ്റിൻ്റെ ഉള്ളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നോ എന്ത് ആക്കുന്നോ ഒന്നും പിടിയില്ല. നോക്കിയ ബിൽഡിങ്ങുകളൊക്കെ അയ്യോ നിരന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. നമ്മൾ പൊക്കാര പോലെയല്ല, പൊക്കാരാണെങ്കിൽ പ്ലെയിൻ ഗ്രൗണ്ട് നിരത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതാവുന്നത് ഒരു കളറിൽ തന്നെ ഫുള്ള് ബിൽഡിങ് കേട്ടോ, ഒരേ കളറിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ട്. അതുപോലെ പൊക്കാരനെക്കാട്ടിയും ഇത് ഇപ്പോൾ മലേൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് വീടുകളുണ്ട്, നിരപ്പായിട്ടും വീടുകളുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്.
നമ്മളാ പൊക്കാര പോലെയല്ല, പൊക്കാര ഗ്രൗണ്ട് ലെവലിങ്ങനെ നിരന്ന് കിടക്കായിരുന്നു. എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുമോ, സെറ്റാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. നമ്മളങ്ങനെ പുള്ളി ഇവിടെ ഇറക്കിയാടാ കേട്ടോ, സാധനങ്ങളൊക്കെ എടുക്കട്ടെ. പുള്ളിയാടാ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഫിർമിലേക്കാ കബീബി. ഇപ്പം നല്ലൊരു മനുഷ്യനാട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക്, പൊക്കാരയിൽ നിന്ന് പോകുന്ന വഴിക്ക് നമ്മളെ കണ്ടിട്ട് നമുക്ക് ലിഫ്റ്റ് വന്ന്, അത് ഇത്രയും ദൂരല്ലേ, എത്ര ദൂരാ നമ്മൾ വന്ന്, 110 കിലോമീറ്റർ മുമ്പ് കാറിൽ നമ്മളെ കൊണ്ടാക്കി. ഇത്രയും നല്ല മനുഷ്യന്മാർ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും പറയുന്നത് എന്താ, ലിഫ്റ്റ് കിട്ടൂല, ലിഫ്റ്റ് പാടാന്നൊക്കെയാ നമ്മളോട് പറയാറ്. അപ്പൊ നമുക്ക് ഇവിടം വരെ, കാഠ്മണ്ഡു വരെ ലിഫ്റ്റ് കിട്ടി. അത് സ്വയംഭുനാഥ ടെമ്പിൾ വരെ. നമ്മളിതാ സ്വയംഭുനാഥ ടെമ്പിൾ ആട്ടോ അവിടെ കാണുന്നത്. അവിടെ വരെ നമുക്ക് ലിഫ്റ്റ് വന്നു പുള്ളി. എന്ത് പറയുന്നു നീ? ഫുൾ സന്തോഷം മാത്രം കേട്ടോ. ഇത്രയും ദൂരം നമുക്ക് ലിഫ്റ്റ് കിട്ടി. കാഠ്മണ്ഡു വരെ നമ്മള് വണ്ടിക്ക് പൈസ ഒന്നും കൊടുത്തില്ല, പെട്ടെന്ന് എത്തുകയും ചെയ്ത്. 2 മണി ആവുന്നേ ഉള്ളൂ. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? എവിടെന്നെങ്കിലും നമ്മള് ഫുഡ് കഴിക്കണം, സ്റ്റേ കണ്ടുപിടിക്കണം. നമ്മളങ്ങനെ ഇതാ സ്വയംഭുനാഥ ടെമ്പിളിന്റെ സൈഡിലാട്ടുള്ളത്. എവിടെയുള്ളത്? ഇതാണ് സ്വയംഭുനാഥ ടെമ്പിളിന്റെ സൈഡാട്ടോ. ഇവിടെ നമുക്ക് ബുദ്ധിസ്റ്റുകളെ മറ്റേ ഈ സാധനം കാണാൻ പറ്റും, കറക്കുന്ന സാധനം. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിന്റെ സൈഡ് ഭാഗമാട്ടോ ഇത്. നമ്മൾ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഫ്രണ്ടിൽ പോയിട്ട് ഉള്ളിലോട്ട് ഒന്ന് കയറി നോക്കാം. അങ്ങനെ ഉള്ളിലേക്ക് കയറിയതാട്ടോ. ഹെഡ് ഓഫീസ്. ഇവിടെ 3 ബുദ്ധന്റെ സ്തൂപമുണ്ട്. ഒന്നിതാ, പിന്നെ ഇത്, 3 സ്തൂപങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 സ്തൂപവും ഓരോന്നിനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് കറക്റ്റ് അറിയില്ല. ഇവിടെ നമുക്ക് പ്രാചീന കാലത്തെയുള്ള ഒരു ടെമ്പിളാട്ടോ ഇത്. ഇതിൻ്റെ ഇടക്ക് ഇതിനെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് റെഡിയാക്കിയതാണെന്ന് അങ്ങനെ എന്തെല്ലോ കണ്ടിട്ടുണ്ട് കേട്ടോ. ദ സ്റ്റാച്യു ഓഫ് ദി ഫസ്റ്റ് വേൾഡ് പീസ് ഗൗതം ബുദ്ധ, ഹൈറ്റ് 67 വാസ് ബിൽഡ് ബൈ ദി ടാലിക്കോ ക്രൈസ്റ്റ് സർവീസ് കമ്മിറ്റി ഓഫ് മംഗൻ. 2002 1999 ഉണ്ട്, 2002 ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ബുദ്ധൻ്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, 3 എണ്ണാട്ടോ ഉള്ളത്. ഇവിടെ കണ്ടോ തീയൊക്കെ ഇങ്ങനെ ഉള്ളിൽ എന്തോ ഇതൊക്കെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു, വെടിവഴിപാടൊക്കെ ഇല്ല, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പൈസ എന്തോ കൊടുത്തിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു. വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു, സ്വന്തമായിട്ട് പ്രാർത്ഥിക്കില്ല, വേറൊന്നുമല്ല. ഇത്രയും ജനങ്ങളുണ്ടോ, എന്ത് ജനങ്ങളല്ലേ. ഇന്നിങ്ങനെയാണെങ്കിൽ ശനിയാഴ്ചക്ക് എത്ര ആയിരിക്കും ജനങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കമോൺ. ഇതിൻ്റെ മുകളിലോട്ടേക്ക് പോകുന്ന വഴിക്ക് ഫുള്ള് പർച്ചേസിങ് ഏരിയ കേട്ടോ. ഫുള്ള് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. നമ്മളെ ആശുപത്രിയിൽ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ. നിനക്കൊന്നുമില്ല, ഒന്നുമില്ല. പാമ്പുണ്ട്, കാണോ? പാമ്പിൻ്റെ ഇതുണ്ട്, ഡമ്മിയുണ്ട്. ഇവിടെ കണ്ടോ, അയ്യോ എല്ലാ സ്ഥലത്തും ഇതേപോലെ സെയിലിംഗ് കൗണ്ടറല്ലേ. കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇതാണുള്ളത്, വേറൊന്നുമില്ല. കാണാനായ 3 ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. യോധയിലുള്ള സ്റ്റെപ്പ് ഇതാ. നമ്മൾ 2024 കയറുക അല്ലേ. അന്ന് ആളില്ലായിരുന്നു, ഇന്ന് നിറയെ ആൾക്കാരാട്ടോ. മോളിൽ പോവാണ്ട് വർണ്ണ കളർ എല്ലാം പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാ. അതിനനുസരിച്ച് അവരെന്നെ വന്ന് നോക്കുകയും ചെയ്യും. എല്ലാം തന്നെ. ആണുങ്ങൾ വാങ്ങൂലല്ലോ, പെണ്ണുങ്ങളല്ലേ അട്രാക്ഷൻ. കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം സാധനങ്ങൾ വാങ്ങും, അതാണ് പെണ്ണുങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അറിഞ്ഞ് കളിക്കുക. ആണുങ്ങൾക്ക് കണ്ണടയും ഫാഷൻ ആയതുകൊണ്ട് കണ്ണട വെച്ചിട്ടുണ്ട്. ബാക്കി മിക്കതും പെമ്പിള്ളേരെ സാധനമാണ് അല്ലേ. എന്തേലും പറയാനുണ്ടോ? കുട്ടികളെ കാറും ഉണ്ട്. ആണുങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ, എല്ലാം പെണ്ണുങ്ങളതാ. അതാണ് വ്യത്യാസം. ജനങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ? ഇറങ്ങാ എവിടെ? ഇതാ ഫുൾ കറങ്ങന്മാരാട്ടോ ഇവിടെ. അതാണ് സ്വയംഭുനാഥ ടെമ്പിൾ എന്ന് പേര് വന്നത്. പഞ്ഞൂട്ടായുണ്ട്. നമ്മുടെ നാട്ടിലിപ്പം ബാനായിട്ടല്ലേ പഞ്ഞൂട്ടായി. എന്തോ കെമിക്കലൊക്കെ ഉള്ളതിനെ കൊണ്ട് ബാൻ ചെയ്താണ്. ഞങ്ങളിതാ
നടന്ന് പോവാ. ജനങ്ങൾ കണ്ടോ? ഇത് ജനങ്ങൾ തന്നെയാ കേട്ടോ. സീനാണ്. ഞങ്ങൾ പതിയെ ഓരോ സ്റ്റെപ്പായിട്ട് കയറി മോളേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് വേറെ റോഡാണല്ലോ. ഓ, ഇവിടെയാണ് എൻട്രി അല്ലേ? അപ്പൊ നമ്മളിങ്ങോട്ടേക്കാ വന്നേ? എവിടെയാ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. ഇവിടെ കണ്ടോ സ്വയംഭനാഥ ടെമ്പിൾ? ഇത് അവിടെ കിടക്കുന്ന കേട്ടോ, മുകളിൽ കിടക്കുന്ന. താഴെ കണ്ടത് സ്തൂപയാണ്. ഇതിന്റെ മുകളിലും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, കയറി നോക്കേണ്ടി വരും. നോക്കിയാൽ ഇതാണ് നമ്മളെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അപ്പോൾ നടക്കാം. കുരങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന നോക്കിയേ, അവിടുന്ന് കുരങ്ങനെ ഉണ്ടാക്കിയ സൗണ്ട് ആട്ടോ അത്. കുലുക്കി സീന്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കാട്ടോ പോകേണ്ടത്. നിങ്ങൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കുറേ വസ്തുക്കളുണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടം പോലെ. പെണ്ണുങ്ങൾക്ക് വേണം മാറ്റിയിട്ടാണ്. ഇതാ ഇവിടെ വിളിക്കുന്നുണ്ടോ, പക്ഷെ ഇവിടെ ഒന്നും വാങ്ങാനില്ല. ഫുള്ള് പെണ്ണുങ്ങളെ മാത്രമേ ഉള്ളൂ, നമുക്കൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ മാലയൊക്കെ എടുത്തിട്ട് കയ്യിലൊക്കെ ഇട്ട് നടക്കാം, വേറെ ഇതൊന്നുമില്ല. കൂടുതലും ഗേൾസിൻ്റെ ഐറ്റംസാണ്. നമ്മളങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. നോക്കിക്കേ, കുറേ ആൾക്കാരുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കും അറിയില്ല. അപ്പുറം നമ്മളെ കാഠ്മണ്ഡു സിറ്റിയും കാണാൻ പറ്റും. കറക്കുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി നൈസാട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഇത് 5 ഇതാ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഹായ്, എവിടുന്നാ? നാട്ടിൽ നിന്നോ? കേരളത്തിൽ നിന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നോ? ആ, കൊള്ളാം. നമ്മളങ്ങനെ ഇതാ ഈ സൈഡിലെത്തി കേട്ടോ. ഈ സാധനമൊക്കെ കറക്കി ഈ ഒരു സൈഡിലെത്തി. ഇവിടെ ആണെങ്കിലും ഫുള്ള് പർച്ചേസിങ് ആയിട്ടാണ്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളിതാ കാഠ്മണ്ഡു സിറ്റി ഇവിടുന്ന് ഫുള്ളായിട്ട് കാണാൻ പറ്റും. എല്ലാ ഭാഗം കാണാൻ പറ്റും. നമ്മളങ്ങനെ ഇറങ്ങുക കേട്ടോ. ടിബറ്റൻ്റെ ഫ്ലാഗ് ഉണ്ട്. നമ്മളങ്ങനെ നേപ്പാളിൽ വന്നിട്ട് ടിബറ്റൻ്റെ ആൾക്കാരെ കണ്ടില്ലേ? കണ്ടിട്ടില്ലേ? ഇവിടെ തിരക്കിതാ. ഇവിടെ 1, 2, 3 ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ചുവപ്പാട്ടോ ഇവരെ കളർ. നമ്മൾ എവിടെ പോയാലും നമ്മൾ ടിബറ്റിൻ്റെ ചുവപ്പായിട്ടാണ് കാണാൻ പറ്റുക. യെസ്. അപ്പം ഇനി നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാ കേട്ടോ. ഇനി ഇവിടെ നിൽക്കുന്നില്ല. വേഗം നമ്മൾ സ്വയംഭൂനാഥ ടെമ്പിൾ വിടുകയാണ്. വ്ളോഗർ അഞ്ചു ഞങ്ങൾ പോവാ കേട്ടോ. അപ്പോൾ ടാറ്റാ. സൂര്യനെ അസ്തമിക്കാറായി. എനിച്ചെന്നില്ലെങ്കിൽ നമ്മൾ ബാഗ് വെച്ച സ്ഥലത്ത് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോവാ കേട്ടോ. മങ്കികളുണ്ട്. മങ്കി ടെമ്പിൾ എന്നും പേരുണ്ട് ഇതിന്. ഫോണൊക്കെ പോവാതെ നോക്കണം. ബൊഗൻവില്ല ഉണ്ടോ അവിടെ? നീല കളറിൽ ബൊഗൻവില്ല അല്ല, അത് വേറെന്താ സാധനമാണല്ലോ. കോളാമ്പി പൂവാണോ? ഇല്ല, ബൊഗൻവില്ല അല്ല, വേറെ ഏതൊരു പ്ലാന്റ് ആട്ടോ അത്. ബൊഗൻവില്ല അത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞിട്ട് പോവാണ്. അങ്ങിതാ ടിബറ്റൻ്റെ ഫ്ലാഗ് തൂങ്ങി കിടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കാഠ്മണ്ഡു സിറ്റി ഫുള്ളായിട്ട് ഇങ്ങനെ വേറൊരു ടൈപ്പ് കാണാൻ പറ്റും. അവിടെ ഒരു മലയൊക്കെ ഉണ്ട്. ഈ ഒരു പാത്രം കണ്ടോ? ഇവിടെ ആൾക്കാരുണ്ടോ മെഴുകുതിരിയും കൊണ്ട് കയറി വരുന്നത്. ഇവരൊക്കെ സെയിൽസിൻ്റെ ഭാഗമായിട്ടാണ്. ഇവർക്ക് ഇങ്ങനത്തെ ടൂറിസത്തിനൊക്കെ ആട്ടോ ഇഷ്ടംപോലെ പൈസ ഇടുന്നത്. അല്ലാണ്ട് ഇവർക്കായിട്ടൊരു ഇത് വരുമാനമില്ല. ചുമന്ന് വരുന്നുണ്ടോ? ഇതൊക്കെ ഇവരെ ടൂറിസത്തിൻ്റെ ഭാഗമാട്ടോ. കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തിരിയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ ആ ഭാഗത്ത് നമുക്ക് ടിബറ്റൻ്റെ ഫ്ലാഗ് കാണാൻ പറ്റും ഇഷ്ടം പോലെ. അവിടെ ഒരു മ്യൂസിയം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ടിബറ്റൻ്റെ ആൾക്കാർ താമസിക്കുന്ന ബിൽഡിംഗ് ആട്ടോ താഴെ കാണുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിടവാങ്ങിയാണ്. പിള്ളേരൊക്കെ ഉണ്ടോ? ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ പിള്ളേരാ. നമ്മൾ നേരത്തെ ഒക്കെ കണ്ടിട്ടില്ലായിരുന്നു. നേപ്പാൾ വന്നിട്ട് ആദ്യമായിട്ടോ ഇങ്ങനെ കാണുന്നത്. കാഠ്മണ്ഡുവിൽ വന്നപ്പോഴാണ് കാണാൻ തുടങ്ങിയത്.
ഫുള്ള് ജനങ്ങളാട്ടോ കാഠ്മണ്ഡു. ഭയങ്കര സിറ്റിയാണ്, ഫുള്ള് ആൾക്കാരാണ്. മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ സ്റ്റേ ഒന്നും കിട്ടാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഭയങ്കര വലിയ സിറ്റി ആട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ബാഗൊക്കെ ഇതാ ഈ ഒരു കടയിൽ വെച്ചിട്ടാട്ടോ പോയത്. കാരണം ബാഗും ചുമന്ന് ആ മല കയറ്റമൊന്നും കയറാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. ഇപ്പം കുറേ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ലാമ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർ കുറേ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും ഇങ്ങനെ ഉത്തരവൊന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോഴാണ് ലാമ ഡ്രസ്സ് ഇട്ട ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയത്. കുറേ പേരുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിത് നേപ്പാളിൽ വന്നിട്ട് ആദ്യമായിട്ട് കേട്ടോ ഇത്രയും ആൾക്കാരൊക്കെ കാണുന്നത്. മറ്റേ ലാമ പോലത്തെ നമ്മളങ്ങനെ ഇതാ ഫൈനലി ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അതും കാഠ്മണ്ഡു സിറ്റിയിലാട്ടോ. മുകളിൽ കാണുന്ന മൂന്നാണ്. അപ്പോൾ ഇതാ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ പുള്ളിയാട്ടോ. आपका नाम क्या है? नंदा. नंदा. नंदा नाटा പേര്. अब इंडिया में, इंडिया से किधर? असम. असम से? वो मैं असम घूमा. कहाँ घूमा? वो असम से वो क्या क्या मैप में है, मैं बोलेगा. वैसा मैं नोएडा में ज़्यादा रहता हूँ, 10-12 साल से नोएडा रहता हूँ. ओ इधर ही ज़्यादा कितना साल हो गया? इधर कभी आना ज़्यादा रहता, ज़्यादातर वहीं रहता हूँ. ओ उधर ही है ज़्यादा. आप में हमको टेंट लगाने के लिए जगह मिला. നമ്മൾ പെട്ടുപോയതായിരുന്നേ. നമ്മൾ പെട്ടുപോയതായിരുന്നു. അപ്പോൾ ഈ പുള്ളി ആട്ടോ നമ്മളെ അങ്കിളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഇതാ വെള്ളവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കുക്ക് ചെയ്യാനുള്ളത്. അതിതാ ഈ പുള്ളി ആട്ടോ നമുക്കിത്. ഹായ്. नाम क्या है आपका? ഖടക്കേസി. ഓ നല്ല ആൾക്കാരാട്ടോ നമുക്ക് കിട്ടിയത്. താങ്ക് യു. ഇവിടെയാട്ടോ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഓരോ പണിക്കാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും രാവിലെ തന്നെ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ 5 തവണ ഉണ്ട്. സീനായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒന്ന് മുള്ളാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഒരു കട ഉണ്ട്. ആ ഒരു കടയിൽ ഞങ്ങൾ ചോദിച്ചു നോക്കി. കാരണം ഇവിടെ ടൗണല്ലേ, ഇങ്ങനെ പബ്ലിക്കായിട്ട് മുള്ളുന്ന സീനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചു നോക്കി. അവിടെ നിന്ന് ഞങ്ങൾക്ക് സമ്മതിച്ചില്ല കേട്ടോ. എന്ത് സാധനങ്ങളാണെന്നറിയാമോ. അതിനുശേഷം അങ്ങോട്ടുള്ളൊരു അപ്പൂപ്പൻ്റെ അമ്മൂമ്മൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ സമ്മതിച്ച്. ഞാൻ ഇതൊക്കെ പറഞ്ഞുതരാം, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് ഇന്നലെ കണ്ട ആൾക്കാരുണ്ട്, അവരെ സ്ഥലത്തേക്ക് വന്ന് പോകണം. അവർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ വേഗത്തിൽ. നമ്മളെവിടെയാണുള്ളത്? ഇനി എവിടത്തേക്കാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഉള്ളത് നന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നലെ കണ്ട ഏട്ടൻ്റെ വീട്ടിലാട്ടോ. നമ്മൾ ഇന്ന് രാവിലെ തന്നെ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ്. അപ്പോൾ നമ്മൾ കയറിയാൽ തന്നെ കറണ്ടും പോയി. സോക്സ് ഊരിക്കോ. സോക്സ് ഒക്കെ ഊരിയിട്ടാട്ടോ പോകേണ്ടി. ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇവരെ വീട്ടിലാട്ടോ നമ്മൾ വന്നത്. ഹായ്. ഓക്കെ ഇവരാട്ടോ ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്തായാലും കാണിച്ചു തരാം ഇവരാ. അങ്ങനെ നമ്മൾ ഇന്ന് നേരത്തെ വന്നത് ഇവരെ വീട്ടിലാട്ടോ. ഇതാ ചേച്ചിയുണ്ട്. ഇവരെ പേരെന്തെങ്കിലും പറഞ്ഞ സ്മൃതിയനും സംഗീത എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇവരെ വീട്ടിലാണ് നമ്മൾ വന്നത്. ചായക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് अच्छा लगा कि शाम को टहल रहे थे तो हमसे इनकी मुलाकात हो गई. तो मैंने इनको लाके अपने पास में अपने टेंट पे रहे. अभी सुबह मेरे पास चाय पीने आए हैं. तो मुझे खुशी है इनसे मिलते हुए. और मैं इसी मैसेज के ज़रिए मेरे दुबई में रहने वाले मेरे सभी दोस्त जो आज मेरे से बिछड़ गए हैं, मेरे से कम्युनिकेशन पे नहीं है, जैसे सुगथन पिलाई केरला से हैं, कृष्णमूर्ति जिन्हें हम अंकल कहते थे, अभिलाष जी हैं, पिलानी हैं के लगाए मेरे जितने भी और साउथ के दोस्त हैं, मैं सभी को इस रिकॉर्डिंग के ज़रिए आप लोगों को मेरा शुभ संदेश भेजता हूँ. आप लोग अगर कहीं भी हैं तो अगर आप मुझे कांटेक्ट करना चाहें मुझे बहुत अच्छा लगा कि इन भाई विष्णु और अंजू से मेरी मुलाकात हुई. आज ये मेरे घर पे बैठे हुए हैं. इस वक्त मैं नेपाल में हूँ, काठमांडू में हूँ. हालांकि मैं वापस दिल्ली तुरंत लौट रहा हूँ और मेरा वही जॉब चल रहा है और वहीं रुकूंगा. Thank you so much. Thank you. I'm so glad to meet these two guys over here. They came here for cycling and trekking. I'm much excited to meet them and I am very much thankful
for their recordings. താങ്ക് യു സോ മച്ച്. Thank you. നമ്മളിവിടെ സ്റ്റേ സാധനമൊക്കെ ചായ ആണെങ്കിലും എല്ലാണെങ്കിലും പുള്ളി നല്ലോണം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇന്നലെ പെട്ടുപോയതല്ലായിരുന്നു രാത്രി. ഇന്നലെ പെട്ടിട്ട് എവിടെ നിൽക്കണം എന്ന് അറിയാണ്ട് നിന്നായിരുന്നു ടെൻ്റ് അടിക്കാൻ. അപ്പോൾ മൂപ്പൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ അതിനെ കൊണ്ടുവന്ന് നമുക്ക് ഇവരെ സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ സഹായിച്ചു. അതുപോലെ കുറേ ആൾക്കാരെ വിളിക്കാൻ സഹായിച്ചു. അതേപോലെ തന്നെ ഇതാ ഇവരെ വീടും കാര്യങ്ങളൊക്കെ ആയത്. അതേപോലെ ഇവര് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണ്ടേ? അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. പേക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. ടെൻറ്റും കൂടി ഒന്ന് കളിച്ച് കിട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ പുള്ളിയോടൊക്കെ ബായ് പറഞ്ഞ് പോവാ കേട്ടോ. ബായ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന വഴിക്കാണ് പോകുന്നത്. ഇന്നലെ രാത്രി വന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ട വഴിയൊക്കെ ഏതാണ്. കഴിഞ്ഞ ദിവസം നമ്മളിതാ ഈ ഒരു സ്ട്രീറ്റിൽ കൂടി ആട്ടോ വന്നത്. ഇവിടെ ഫുൾ കടകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ഈ ഒരു കാഠ്മണ്ഡുവിൽ ഏത് ഏരിയയിൽ ചെന്നാലും ഇതുപോലെ തന്നെയാണ്. ഫുൾ ജനങ്ങളും ആൾക്കാരും കടകളും നിറഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ സ്ഥലത്തൊന്നും വരാറില്ല. വല്ലപ്പോഴും പെട്ടുപോകുന്നതാണ്. പൊക്കാരയിലാണെങ്കിലും നമുക്ക് സ്റ്റേ കിട്ടിയത് കൊണ്ടാണ് അവിടെയൊക്കെ നിന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സ്റ്റേ ഓപ്ഷൻ ഒരു സാധനമില്ല അല്ലേ. ഒരു രസമില്ല. ഫുള്ള് ജനങ്ങളും ഫുള്ള് ആൾക്കാരും ഒച്ചയും ബഹളും. അതെ, ഡൽഹിയിൽ പോയിട്ട് നമ്മളിങ്ങനെയാണ് പോകുന്നത്. അതുപോലത്തെ ഒരു ഫീലാട്ടോ വരുന്നത്. ഭയങ്കര ഇറിറ്റേഷനാണ്. ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആണോ തിരിച്ച് സ്വയംഭൂനാഥ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിന്നലെ പോയ വഴിയൊക്കെയാണിത്. ഇതുവഴിയാണ് നമ്മളിന്നലെ ആ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്. തിരിച്ച് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ? ഇങ്ങനത്തെ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൊക്കാരയിലൊക്കെ നിന്ന പോലെ സ്റ്റേ എന്തെങ്കിലും കിട്ടണം. അല്ലാത്ത പക്ഷം ഭയങ്കര സീനായിരിക്കും, ബുദ്ധിമുട്ടാണ്. ഭയങ്കര റഷാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആൾക്കാർ ഹെൽപ്ഫുള്ളല്ല. നമ്മൾ വില്ലേജിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ആൾക്കാരൊന്നും ഹെൽപ്ഫുള്ളല്ല. ഭയങ്കര സീനാണ്. ജസ്റ്റ് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് ചോദിച്ചപ്പോൾ തന്നെ സമ്മതിച്ചില്ല. ലാസ്റ്റ് അവിടുന്ന് ചായ കുടിച്ചപ്പോഴാണ് അവിടുന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റിയത്. അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ നമ്മളെ കണ്ട ആൾക്കാരാണെങ്കിലും എല്ലാ അവസ്ഥയാണ്. ഒരു വലിയ ഹെൽപ്ഫുള്ളായിട്ടൊന്നും തോന്നില്ല. സിറ്റി ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ കാഠ്മണ്ഡു വിട്ടിട്ട് നേരത്തെ വേറെ എവിടെയെങ്കിലും പോവാട്ടോ. കാഠ്മണ്ഡു നമ്മൾ നിൽക്കുന്നില്ല. മടുത്തു പോയി ഒറ്റ ദിവസം കൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. എല്ലാം ചോദിക്കില്ല എന്താ പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് ഈ സിറ്റിയുടെ പ്രശ്നങ്ങളാണിത്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എങ്ങോട്ടേക്കാണ് പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.